നമുക്കിന്ന് കുറച്ച് മരങ്ങൾ, കളർഫുള്ളായിട്ടുള്ള മരങ്ങളുണ്ട്. നമുക്ക് ഈ പേപ്പർ, ഈ പ്ലാസ്റ്റിക് പേപ്പർ നമ്മൾ സാധനങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് പൊട്ടാതെ സൂക്ഷിക്കുന്ന ഈ നമ്മൾ നെറ്റ് ഒഴിക്കുമ്പോൾ സൗണ്ടൊക്കെ ഉണ്ടാവും. ഇതേപോലെയുള്ള ഒരു പേപ്പർ എടുക്കുക. കുറേ പൊട്ടിക്കാനുണ്ട്. ഇതേപോലത്തെ പേപ്പർ ഇട്ട് നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ട് നമുക്കൊരു മരങ്ങളൊക്കെ പെയിൻ്റ് അടിക്കാൻ കൊള്ളാം. അപ്പോൾ ആദ്യമായിട്ട് ഞാനൊരു ഇത് ഈ സിസേഴ്സ് വെച്ച് കട്ട് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ വേറൊരു സിസേഴ്സ് എടുക്കുന്നത്. നല്ല ഷാർപ്പുള്ള കത്രിക വെച്ച് നമുക്കിത് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതും വലിയ പ്രയാസമാണ്. ഈ കത്രിക വെച്ച് നമുക്ക് ഇങ്ങനെ എടുക്കാം. സ്ക്വയറായിട്ട് വെട്ടിയിട്ട് 4 ചുറ്റും വന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഒരു 3-4 ഷീറ്റ് പേപ്പർ വേണം. എന്നിട്ട് ആവശ്യം അനുസരിച്ച് നമുക്ക് കളർ പുരട്ടിയാൽ മതി. നീളമുള്ള പേപ്പറും വെട്ടിയെടുക്കുക. അങ്ങനെ ഉരുണ്ടിരിക്കുക. ഉരുണ്ട പേപ്പറുകൾ, ഉരുണ്ട മരങ്ങൾ, ചെറിയ മരങ്ങൾ ഒക്കെ നമുക്കിതിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഞാനിതുപോലെ 3 ഷീറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്. അതിനെ ഒന്ന് ഷേപ്പ് ചെയ്യണം. ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കും. ഇതിൻ്റെ മോള് വശത്തും ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതൊന്നും കട്ട് ചെയ്ത് കൊടുക്കണം. താഴെ സൈഡിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഫാനിട്ടിരുന്ന് ഇവിടെ പറന്നങ്ങ് പോകും. അതുകൊണ്ട് ഫാന് സ്പീഡ് കുറച്ച് വയ്ക്കുക. അപ്പോൾ നമുക്ക് ഇത് നഷ്ടപ്പെടാതെ. അപ്പോൾ ഇങ്ങനെ നമ്മൾ 3 ഷീറ്റ് പേപ്പർ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കത് കളർ വരട്ടെ. ആദ്യമായിട്ട് പിങ്ക് കളർ കൊടുക്കുകയാണ്. പിങ്ക് കളർ വെച്ച് മരം അടിക്കാം. വാട്ടർ കളറാണ് ഞാൻ എടുക്കുന്നത്. ആദ്യം നമുക്ക് വേറെ എവിടെയെങ്കിലും വെച്ച് കളർ പുരട്ടാം. എന്നിട്ട് ഇതിൽ പേപ്പറിൽ നമ്മൾ എടുത്ത് വെച്ചാൽ മതി, അല്ലെങ്കിൽ കളറ് സ്പ്രെഡായി പോകും. പിങ്ക് ആണെങ്കിലോ ഓറഞ്ച് ആണെങ്കിലോ നമുക്ക് അടിക്കാം. പിങ്കിൻ്റെ കളറാണ് ഞാൻ ആദ്യം അടിച്ചത്. ഇനി നമുക്കത് നമ്മുടെ പേപ്പറിലത് എടുത്തൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഒന്ന് അതിൻ്റെ കളറൊന്ന് പിടിച്ചിട്ട് നമുക്ക് അടുത്ത് വെക്കാം. അടുത്തതായിട്ട് ഞാൻ ഓറഞ്ച് കളറാണ് എടുക്കുന്നത്. ഓറഞ്ച് കളർ നമുക്ക് ആ ഇതിൽ തന്നെ, ആ പേപ്പറിൽ തന്നെ ഓറഞ്ച് കളറ് നമുക്ക് പുരട്ടിയെടുക്കാൻ പറ്റും. വാട്ടർ കളറ് കൂടെ വെള്ളം ഒഴിച്ച് വെച്ചിരുന്ന നല്ല ഒരു സ്മൂത്തായിട്ട് കിട്ടും, അല്ലെങ്കിൽ ചിലപ്പം ഡ്രൈ ആയി പോകും. അപ്പോൾ ഞാൻ ഇത് ഒരു ഓറഞ്ച് കളറും കൂടെ അതിൻ്റെ അടുത്തോട്ട് തന്നെ ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്.
അതിന് നമുക്ക് വേറൊരു ഷീറ്റിൽ നമുക്കൊരു ഗ്രീൻ കളറ്, നമുക്ക് ഈ ഷീറ്റിൽ ഒരു ഗ്രീൻ കളറിൻ്റെ ഒരു മരത്തിൻ്റെ പെയിൻ്റ് എടുക്കാം. ആ ബ്രഷ് ഒന്ന് കഴുകിയിട്ട് ഗ്രീൻ കളർ എടുക്കാം. എപ്പോഴും ഈർപ്പമായിട്ട് വെച്ചില്ലെങ്കിൽ വാട്ടർ കളറ് ഡ്രൈ ആയി പോകും. കുറേ വെള്ളം ഒഴിച്ചാൽ വെച്ചിരുന്നാൽ മതി. അവിടെ ഇരുന്ന് നേരത്തെ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് മരങ്ങളൊക്കെ കളറടിക്കാൻ പറ്റും. മരങ്ങളും പൂക്കളും ഒക്കെ കളറടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ മരവും കൂടെ നമ്മൾ ഇതിനടുത്തോട്ട് വച്ചു കൊടുക്കുകയാണ്. കുറച്ച് നേരം അതൊന്ന് ഒട്ടിപ്പിടിച്ചോട്ടെ. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇനി ഇതിൻ്റെ ചുവടെ നമുക്ക് അതിൻ്റെ സ്റ്റെം വരച്ചു കൊടുക്കണം, വുഡ് വരച്ചു കൊടുക്കണം. അതിനായിട്ട് ഞാൻ കറുത്ത പെയിൻ്റ് എടുത്ത് വുഡ് വരയ്ക്കാൻ പോവുകയാണ്. ഇതിന് ഇത് ഒട്ടിപ്പിടിച്ചെന്ന് വിശ്വസിക്കുന്നു. നമുക്കതിന് ഒട്ടിപ്പിടിച്ചു. നമുക്ക് കറുത്ത സ്റ്റെം വരച്ചു കൊടുക്കാം. ആദ്യം നമ്മൾ വി പോലെ ഒരു 2 വി വരയ്ക്കാം. എന്നിട്ട് ഇതിന് താഴോട്ട് ഇങ്ങനെ സ്റ്റെം വരച്ചു കൊടുക്കാം. എല്ലാത്തിലും അതേപോലെ വി പോലെ ഒരു വി, രണ്ടാമത്തെ വി, എന്നിട്ട് ഇവിടുന്ന് താഴോട്ട് സ്റ്റെം വരച്ചു കൊടുക്കാം. അടുത്ത് നമ്മൾ ഇതേപോലെ 2 വി വരച്ചിട്ട് നമുക്ക് താഴോട്ട് ആ സ്റ്റെമ്മിനൊന്ന് വരച്ചു കൊടുക്കാം. ഇത് നല്ല ഡാർക്കായിട്ട് വരച്ചു കൊടുക്കാം. ഇത് കളറ് കുറവാണെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതിലൊന്ന് കളർ കുറച്ചിടുകയാണെങ്കിൽ കളർ കൊടുക്കാം. നമ്മുടെ മരം സൂപ്പറായിട്ടുണ്ട്. വേണമെങ്കിൽ എൻ്റെ ബേസ് ഒന്ന് തിരിച്ചു കൊടുക്കാം.